പെറ്റുമ്മാനെ വേദനിപ്പിക്കുന്ന, ഉപ്പാനെ ചീത്ത വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് കേട്ടോ. അല്ലാഹുവേ, അടുത്ത് ഞാനൊരു രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ കാണാൻ ചെന്നു. ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ. അവസാന പടച്ചവനെ ഇന്ന് ക്യാൻസറാ. മൂത്രം ഇങ്ങനെ മുറിവിലൂടെ പൊക്കൊണ്ടിരിക്കുകയാ. കാണാൻ ചെന്നപ്പോ, ഉസ്താദേ, എന്റെ മക്കൾ എന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്ന ഉസ്താദ്, എന്നെ തല്ലുന്ന ഉസ്താദ്, എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ അകത്തിട്ട് ഇടിക്കുകയാ. എനിക്ക് മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. അല്ലാഹുവേ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട്. അല്ലാ, ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ, അല്ലാഹുവേ, പെറ്റതള്ളയ നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. ഇന്നവര് നിനക്ക് അധിക പറ്റായല്ലോ. അല്ലാ, ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ട്. രക്ഷപ്പെടില്ലടാ ചെറുപ്പക്കാരാ. വല്ലാഹി സത്യം, ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നണ്ട. അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഗൾഫുകാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ, നിന്നെ പൂറ്റി വളർത്തിയ നിന്റെ ഉമ്മാനെ ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോടി. ഒന്ന് തിരിഞ്ഞു നോക്കാ. അല്ലാഹുവേ, ഇന്നവൾക്ക് ഭർത്താവും മക്കളും മതി. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പണത്തിൽ നിന്ന് സ്വർണ്ണബന്ധം നിന്നെ കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മാനെ നിനക്ക് നോക്കാൻ സമയമില്ല. വാപ്പാനെ ഒന്ന് ഫോൺ വിളിക്കാൻ സമയമില്ല. എന്റെ പ്രിയമുള്ളവരെ, നീ പണിത കൊട്ടാരത്തിന്റെ അകത്ത് രോഗം പിടിച്ച് അല്ലാ ബോധമില്ലാതെ കിടക്കുന്ന നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് അറിയാതെ ഒന്ന് മൂത്രപൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ഈ കിളവനെയും കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ, എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ, അല്ലാഹുവേ, ഉമ്മാനെ വഴക്ക് പറയുന്ന മക്കളെ, നിന്റെ ഉമ്മ വീടിന്റെ അകത്തല്ലേടാ ഒന്ന് കാർക്കിച്ചു തുപ്പിയത്? അറിഞ്ഞുകൊണ്ടല്ലോ, അറിയാതെയല്ലേ? ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ. ഓർമ്മയില്ലാതെ വാപ്പയൊന്ന് കാർക്കിച്ചു തുപ്പിയപ്പോ, എടാ കഴുകിയാ ബെഡ് ശരിയാകുമല്ലോ, ഒന്ന് കഴുകിയാ ശരിയാകുമല്ലോ. പടച്ചവനെ, ആ സമയത്ത് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എന്റെ മക്കളോട് നമ്മളെവിടെ കിടന്ന മൂത്രമൊഴിച്ചതും ഓർക്കുന്നത് നല്ലതാ. നമ്മുടെ പെറ്റുമ്മാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കാഷ്ടിച്ചിട്ടുണ്ട്. മോനെ, ഞാനും നിങ്ങളും ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മ നമ്മളെ തല്ലിയോ, നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ. എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മ, എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുടുചുംബനം തന്ന ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളോട്, തല്ലുന്ന മക്കളോട്, കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളോട്, അല്ലാഹുവേ, നിനക്കല്ല തരുന്ന ശിക്ഷ നല്ലതുപോലെ കേട്ടോ. നിനക്കല്ലാഹു തരുന്ന ശിക്ഷ നീ നല്ലതുപോലെ കേട്ടോ. നിന്റെ മക്കളും തിരിച്ച് നിന്നോട് അങ്ങനെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ എങ്ങനെ വളർത്തിയാല്, എത്ര നല്ലതുപോലെ നിന്റെ മക്കളെ വളർത്തിയാല്, നിന്റെ വാപ്പാനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? വാന്റെ നേരെ കൈപൊക്കിയിട്ടുണ്ടോ? വാനെ നീ ചീത്ത വിളിച്ചിട്ടുണ്ടോ? വാനെ അടിച്ചിറക്കിയിട്ടുണ്ടോ? വല്ലാഹി സത്യം, നിന്റെ മക്കളെ ചെയ്യും വാപ്പാ. എങ്ങനെ വളർത്തിയാൽ, എത്ര സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും നിന്നെ ഒരു ദിവസം അവൻ തല്ലും വാപ്പാ, നിന്നെ ചീത്ത വിളിക്കും, നിന്നെ വൃദ്ധസദനത്തിൽ വലിച്ചെറിയുന്ന ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നീ കാത്തിരുന്നോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിനെ കിട്ടിയപ്പോ, പണം കിട്ടിയപ്പോ മറന്ന ഉമ്മ, മോള് ഇപ്പോഴേ നോക്കിക്കോ. ഈ വളർത്തുന്ന മക്കൾ ഒരു ദിവസം നിന്നോട് ഇതുപോലെ കാണിക്കും മോള്, അപ്പോഴേ നിനക്കതിന്റെ വേദന അറിയോ. അപ്പോഴേ ഉമ്മാന്റെ നെഞ്ചു പൊട്ടിയതിന്റെ വേദന നിനക്ക്
നിങ്ങൾക്കറിയോ? അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ, ഇന്ന് രാത്രി വീട്ടിലേക്ക് കടന്നതില് വീടിന്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പാന്റെ കട്ടിലിന്റെ ചാരത്ത് ചെന്നിട്ട് ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ പിടിച്ചിട്ട് കരമുമ്മാ, തല്ലണമെങ്കിൽ തല്ലിക്കോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു ഉമ്മാ, എനിക്ക് നിങ്ങളുടെ പൊരുത്തം വേണം, ഞാൻ നിങ്ങളുടെ പൊന്നുമോനല്ലേ, നിങ്ങളുടെ കാൽച്ചവട്ടിൽ കിടക്കുന്ന സ്വർഗം എനിക്ക് വേണമുമ്മാ. ഉമ്മാനോട് പൊരുത്തം ചോദിച്ചോ, വാപ്പായോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത പെണ്ണ് ഈ പാതിരാത്രി വിളിക്കുമോള്, ഉമ്മ ഒരിക്കലും നിന്നെ കുറ്റം പറയൂല, നിന്റെ വിളി കാത്ത് കിടക്കുകയാ, നിന്റെ ഒരു വിളിയും കാത്ത് കിടക്കുന്ന ഉമ്മ. എന്തേ മോള്, എന്റെ മോക്ക് സുഖമാണോ? ഈ പാതിരാത്രി വിളിച്ചാലും ഉമ്മ നിന്റെ വാക്ക് വല്ലാതെ ഇഷ്ടമാ പൊന്നുമോള്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഒരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. നീ പള്ളിക്കാട്ടിലാണെങ്കില്, 6 അടി മണ്ണിന്റെ കത്താണെങ്കില്, നാളെ രാവിലെ നിന്റെ ഉപ്പാന്റെ കബറിന്റെ ചാരത്ത് പോകണേ. പല മക്കൾക്കും മാതാപിതാക്കളുടെ കബർ എവിടാണെന്ന് പോലും അറിയൂല. എവിടെയാണ് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറെന്ന് പോലും അറിയാത്ത മക്കളുണ്ട്. നാളെ പോകടാ, പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ. മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടും എനിക്ക് പൊരുത്തം തരണേ. മകത്ത് കിടന്ന് കേൾക്കുവടാ, ഞാനും നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട്, നമ്മുടെ വാപ്പ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഒരാഴ്ച, ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ അകത്ത് കൊണ്ട് കാണിക്കും, മോശമായതും കൊണ്ട് കാണിക്കും. ആ സമയത്ത് നീ ചെയ്ത വൃത്തികേടുകൾ കണ്ടിട്ട് നിന്റെ മാതാപിതാക്കള് കരയും മോനെ. അതുകൊണ്ട് പൊരുത്തം ചോദിക്കാൻ മറക്കല്ലേ. അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പലപ്പോഴും പലതും പറഞ്ഞു പോയിട്ടുണ്ട്, അറിയാതെ വന്നു പോയതാ അല്ലാ. ഞങ്ങളുടെ മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ, ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ നാഥാ. റബ്ബേ, എല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ നിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നോ, സത്യമായിട്ടും നിന്റെ മക്കള് നിന്നോടത് ചെയ്യും. നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, പാപ്പാനെ നീ അടിക്കാൻ കൈമുക്കിയിട്ടുണ്ടെങ്കിൽ, ആ പാപങ്ങളെ നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനതിന് അനുഭവസ്ഥവനാ. എന്റെ ഉമ്മ എന്റെ ഭാര്യയോട് ചോദിച്ചു, സുമയ്യ, എന്റെ മോന് വലിയ ദേഷ്യവാ, എനിക്ക് വലിയ ദേഷ്യവാ. ഉമ്മ ഇങ്ങനെ എന്റെ മകാരിയോട് പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു, അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ വാപ്പ എന്നെ തല്ലി എന്തോ ഒരു കാര്യത്തിന്. എന്നെ തല്ലിയപ്പോ ഞാൻ ഉപ്പാനോട് ഒരു ചെറിയ മോശമായ ഏതോ ഒരു വാക്ക് ചോദിച്ചിട്ട്, നീ എന്നെ തല്ലി എന്ന് ചോദിച്ചു. ഞാൻ വാപ്പാൻ എന്തോ ഒരു ചെറിയ മോശമായൊരു വാക്ക് ആ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു. എൻ്റെ ഉമ്മ ഇതിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മകൻ നേഴ്സറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ അവനെ തല്ലി, ഞാൻ അവനെ വഴക്കു പറയുകയോ തല്ലുകയോ എന്തോ ചെയ്തപ്പോ ഞാൻ പണ്ട് എൻ്റെ വാപ്പായെ വിളിച്ച അതേ വാക്കവ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ പണ്ട് ഓർമ്മയില്ലാത്ത കാലത്ത് ഞാൻ എൻ്റെ വാപ്പയെ വിളിച്ച അതേ വാക്ക് അവൻ എൻ്റെ മകൻ എന്നെ വിളിച്ചു. ഞാൻ അവനെ ഒരുപാട് തല്ലി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഓർമ്മ വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ,
അല്ലാഹു നമ്മളെ പുറത്തുരുമാറാകട്ടെ. നമ്മുടെ മക്കളെങ്ങാണം നമ്മളോട് തിരിച്ചു ചെയ്താ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയൂല. അല്ലാഹു നമുക്കൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത, ഒരു മനുഷ്യനും സഹായിക്കാത്ത, പെറ്റ ഉമ്മ പോലും കണ്ട പരിചയം കാണിക്കാത്ത ആ പരലോകത്തെ രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന വിഭാഗമാരാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ പറയുന്ന കാര്യങ്ങൾ നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ എപ്പോഴും പറയും ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാണെന്ന്, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന അറിയില്ല ആയിഷ. അന്നൊരു ഗർഭിണി എങ്ങാണം അവിടെ നിന്ന് പ്രസവിച്ചു പോയാ അറിയില്ല പെങ്ങള്, ആ വേദന പോലും അവൾ അറിയില്ല. പാല് കൊടുക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് തന്റെ ഉമ്മയോടുന്ന ദിവസവാ. അല്ലാഹുവേ, അന്ന് തലച്ചോറ് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമാണ്. ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറിങ്ങനെ ഉരുകി മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ. ചെമ്പിന്റെ തറയിൽ നിന്ന് കാല് പൊള്ളുമ്പോ മക്കൾ അല്ലാഹുവിനോട് പറയുന്നു, നാദാ, എന്റെ ഉമ്മാനെ ഒന്നും മലത്തി കടത്തി തരുവോറപ്പേ, ഞാൻ എന്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നിൽക്കട്ടെ അല്ലാ എന്ന മക്കള് പറയുന്ന ദിവസം സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കുണ്ടല്ലോ, കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അല്ലാ, വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുളൻ വസഫീറാ. 70,000 ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാ. പടച്ചവനെ, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ. ആ ഒരു ചങ്ങലയിലെ ഒരു കൊളുത്ത് ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതാണ്. അത്ര വലിയ ചങ്ങലയിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ട് വരുന്ന കാഴ്ച കാണുമ്പോ മക്കള് റബ്ബിനോട് പറയുന്നു, നാഥാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപം എന്റെ വാപ്പാന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിൽ വലിച്ചെറിയല്ലാ, എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കള് സ്വാർത്ഥരാകുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുവോ? സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുവോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പുറകെ ഒന്നൊന്നായി പേമാരി പോലെ നിന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമോ, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമോ എന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അല്ലാഹുവിനെ കുറ്റപ്പെടുത്താത്തവനുണ്ടല്ലോ. വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. അവൻ നാളെ വിചാരണയില്ലാതെ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പടച്ചവരെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ കടന്നു വരുമ്പോ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ് വാപ്പാ. എല്ലാം നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 3 മാസം പ്രായമായപ്പോ അല്ലാഹു എഴുതി വെച്ചതാ നടക്കുന്നതെന്നുള്ള ചിന്ത നിനക്ക് വേണം. അല്ലാഹുവേ, ഇത് പടച്ചവന്റെ പരീക്ഷണമാണെന്ന് കരുതിയിട്ട് ക്ഷമിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകം പറയുമ്പോ
പറയുമ്പോ നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ലല്ലോ. ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും കച്ചവടത്തിലെ നഷ്ടങ്ങളും കടന്നു വരുമ്പോ അല്ലാഹുവേ പരാതിയാട്. ഉസ്താദേ തഹജ്ജുദ് നിസ്കരിക്കുന്നവനോ, പള്ളിക്ക് ലക്ഷങ്ങൾ കൊടുത്തവനോ, അതാ പാപങ്ങളെ സഹായിക്കുന്നവനോ, അല്ലാഹുവേ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവളാട്, എനിക്ക് പടച്ചവൻ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് പരാതി പറയുന്ന മുസ്ലിമേ, ചിലര് പറയാറുണ്ട് അല്ലാഹ്ക്ക് എന്നോട് എന്തോ ദേഷ്യമാ, എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ പടച്ചവൻ എന്നെ പരീക്ഷിക്കുന്നത് എന്ന് പറയുന്ന സഹോദരാ, പെങ്ങളെ ഒരിക്കലും നിന്റെ നാവ് കൊണ്ടങ്ങനെ പറയല്ലോ. അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ, അല്ലാഹ് നിന്നെ വെറുപ്പായത് കൊണ്ടല്ല അല്ലാഹു നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിക്കുന്നത്. അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നതിന്റെ കാരണം അല്ലാഹ്ക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹ് നിന്നോട് വെറുപ്പായത് കൊണ്ടല്ല പടച്ചവൻ നിനക്ക് വേദനകൾ തരുന്നത്. നീ 5 നേരം നിസ്കരിക്കുന്നവനോ, ഖുർആൻ ഓതുന്നവനോ, കഴിവിന്റെ പരമാവധി സദഖ കൊടുക്കുന്നവനോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനോ, എന്നിട്ടും അല്ലാഹു നിനക്ക് ദുഃഖം തരുന്നെങ്കിൽ അത് വെറുപ്പുള്ളത് കൊണ്ടല്ലോ, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന അശദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? അല്ലാഹു ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് കള്ളു കുടിച്ചവന്മാരെയല്ലോ, വ്യഭിചരിച്ചവരെയല്ലോ, പലിശ തിന്നവരെയല്ലോ, നിസ്കരിക്കാത്തവനെയല്ലോ, കാഫിരീങ്ങളെയല്ലോ. അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ, അവരെയാണ് അല്ലാഹു ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാരെന്നറിയോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അല്ലാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടാണോ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയല്ലോ, തന്റെ വാപ്പാന്റെ മുഖം അല്ലാഹുവിന്റെ റസൂല് കണ്ടില്ലല്ലോ. കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മ പോയല്ലോ. അല്ലാഹുവേ താങ്ങും തണലുമായി നിന്നവര് ഓരോന്നായി ജീവിതത്തിൽ നിന്ന് വിട്ടു പിരിയുന്ന കാഴ്ചയായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പീഡനമായിരുന്നല്ലോ. 3 വർഷത്തോളം വൃക്ഷത്തിന്റെ ഇല പറിച്ച് കടിച്ചിട്ട് കടന്നല്ലോ ലോകത്തിന്റെ നേതാവ്. എന്ത് ദുരിതമായിരുന്നു, എന്ത് പ്രയാസമായിരുന്നു. അനുചരന്മാര് മുഴുവനും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുമ്പോ ഈ 2 കല്ല് വയറ്റത്ത് വെച്ച് കെട്ടിക്കെട്ട് നടന്ന പ്രവാചകനോ, തന്റെ വീടിന്റെ അകത്ത് കഴിക്കാ ഭക്ഷണമില്ലോ, കുടിക്കാ വെള്ളമില്ലോ, ധരിക്കാ വസ്ത്രമില്ലോ. മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും തന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലായിരുന്നു. വഫാത്താകുമ്പോ തന്റെ പടയെങ്കിൽ പടയമായിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് പടച്ച റബ്ബ് ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. സ്നേഹം കൂടിയത് കൊണ്ടാ, അല്ലാഹുവിന് സ്നേഹം കൂടിയത് കൊണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ചില അടിമകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമോ, ചില അടിമകൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം നിർബന്ധമോ. പക്ഷേ കയ്യിൽ അമലുകളില്ല, ഒരുപാട് സൽക്കർമ്മങ്ങളില്ല, സ്വർഗത്തിൽ പോകാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ സ്വർഗം കൊടുക്കുക? അല്ലാഹു ആ മനുഷ്യന് ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട്, മാരക രോഗങ്ങൾ കൊടുത്തിട്ട്, ക്യാൻസർ കൊടുത്തിട്ട്, ട്യൂമർ കൊടുത്തിട്ട്, കിഡ്നി തകർത്തിട്ട്, അതാ ശരീരം തളർത്തിയിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലെത്തിക്കുകയാ. അല്ലാ,
എന്നിട്ടാ ശമിച്ചതിന് പകരം അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാ പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ 6 മക്കളെയല്ലേ കബറടക്കിയത്. സ്വന്തം മക്കളുടെ മയ്യത്തിന്റെ മുകളിൽ പിടിമണ്ണ് വാരിയെറിഞ്ഞ വാപ്പയാട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു ഒരുപാട് പരീക്ഷിച്ചു. എല്ലാ സ്നേഹ കൂടുതൽ കൊണ്ടാ തിരിച്ചറിയാ കഴിയണം വാപ്പോ, മനസ്സിലാക്കാൻ കഴിയണം പെങ്ങള്. പരാതി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ ശത്രുക്കൾ എന്റെ പച്ചയിറച്ചി കരിച്ചു നബിയേ, തീക്കകത്തിട്ട് കത്തിച്ചിരിക്കുകയാണ്. പച്ചയിറച്ചി കരിഞ്ഞ ശരീരം കൊണ്ട് വന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുകയാ, അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുവോ, നിങ്ങളുടെ മുൻഗാമികളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ? ഒരു വലിയ കുഴിക്കകത്ത് ഇറക്കി നിർത്തുകയാണ്. തലയുടെ മുകളിൽ ഏർച്ചവാള് വെച്ചിട്ട് അവരോട് ചോദിക്കും, ഇസ്ലാമില്ലെന്ന് മടങ്ങി വരുന്നു. ഇല്ലെന്ന് പറയുമ്പോ പേപ്പർ മുറിക്കുന്നത് പോലെ തലയുടെ ഉച്ചയിൽ ഇങ്ങനെ ഈർച്ചവാള് വെച്ചിട്ട് അവിടെ നിന്ന് 2ആയിട്ട് മുറിച്ച് കളയുമായിരുന്നു സ്വഹാബ. അല്ലാഹുവേ, എന്നിട്ട് പ്രവാചകൻ നമ്മളോട് ചോദിക്കുകയാ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നവര്, അള്ളാഹുവോട് പരാതി പറയുന്നവര്, നാട്ടുകാരോട് ആവലാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നവര്, അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, അള്ളാഹു ചോദിക്കുകയാ, എടാ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, അതങ്ങ് ഓസിന് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു പറയുകയാ, ഫലമ്മാ യതികും മസലുല്ലദീന ഖലവൂ മിൻ ഖബ്ലികും, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം നീയും അനുഭവിക്കാതെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടില്ലെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹു തന്നെ പറയുകയാ, ഞാൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം, അവൻ അല്ലാഹു ഭയം കൊടുക്കുകയോ, അവന് പട്ടിണി കൊടുക്കുകയോ, അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയോ, അവൻ അല്ലാഹു രോഗം കൊടുക്കുകയോ, അവന്റെ കച്ചവടം അല്ലാഹു നശിപ്പിക്കുകയോ, എന്തിനവന്റെ മക്കളുടെ മയ്യത്ത് അവനെ കൊണ്ട് തന്നെ കബറടപ്പിക്കുകയോ, ഇതെല്ലാം അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമാണെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, കുറ്റം പറയില്ലേ, പരാതി പറയില്ലേ. പ്രവാചകനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ ഒരു രഹസ്യം ചോദിക്കുന്നു, നബിയേ എനിക്ക് 3 ആഗ്രഹമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചോദിക്കാൻ 3 വസിയത്തുണ്ട്. എന്തേ ഖദീജ? നബിയേ എന്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. ഒരു ഭാര്യയുടെ മോഹവാവുമ്മ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളാണ്. 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയുവോ? എന്റെ ജനാസ പൊതിയേണ്ടത് നിങ്ങളാ. ആ പൊതിയുന്ന സമയത്ത് അങ്ങ് പുതയ്ക്കുന്ന പുതപ്പ് എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ.
അങ്ങയുടെ വാസന എനിക്ക് വേണം നബിയേ. എന്റെ കഫം തുണിക്കകത്ത് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന പുതപ്പന്റെ കബറിന്റെ അകത്ത് വേണം നബിയേ. മൂന്നാമതായിട്ട് പറയുന്നു യാ റസൂലല്ലാഹ്, പച്ച മണ്ണിലേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളോ? നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. കെട്ടിപ്പിടിച്ച് പൊരുത്തം ചോദിച്ചിട്ട് ഖദീജ ബീബി യാത്രയാവുകയാ. അവിടത്തെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. അവിടുന്ന് കഫം പുതിയ സമയമാകുമ്പോ എപ്പോഴും പുതയ്ക്കുന്ന പുതപ്പെടുത്ത് ചുംബനം കൊടുത്തിട്ട് ഖദീജയുടെ കഫം തുണിക്കകത്ത് വെക്കുകയാ. അവസാനം നമസ്കാരം കഴിഞ്ഞു. ആറണി മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെക്കുകയാണ്. മയ്യത്തിറക്കി വെച്ചു. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. 25 കൊല്ലം താങ്ങമത്തണലുമായി നിന്ന ഖദീജയങ്ങ് പോകുമ്പോ അവിടത്തെ മയ്യത്ത് കബറിന്റെ അകത്തിറക്കി വെച്ചിട്ട് റസൂലുള്ളാഹ് കരയുകയാ. ഖദീജ ബീവിയുടെ ജനാസ കബറിന്റെ അകത്തിറക്കി വെച്ചു. കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് നമ്മൾ ഇപ്പോഴും കബളിന്റെ താഴെ വെക്കുമല്ലോ. പെറ്റ ഉമ്മാന്റെ കബളിന്റെ താഴെ, വാപ്പാന്റെ കബളിന്റെ താഴെ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. വാപ്പാ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, നിങ്ങൾ അവിടേക്ക് തന്നെ മടക്കി. ഞാനുമുണ്ട് വാപ്പാ, ഞാനും ഇങ്ങോട്ട് തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണ് വാരി കബളിന്റെ താഴെ വെക്കുമല്ലോ. ഖദീജ ബീവിയുടെ കബളിന്റെ താഴെ ഒരു പിടി മണ്ണ് വാരി വെച്ചിട്ട് റസൂലുള്ളാഹ് തലതിരിച്ച് വെച്ചു. മണ്ണ് തൊടുന്നില്ല വാപ്പാ. ഖദീജ ബീവിയുടെ കബളില് മണ്ണ് തൊടുന്നില്ല പെങ്ങള്. പിന്നെയും വെച്ച് തൊടുന്നില്ല, മൂന്നാമതും വെച്ച് തൊടുന്നില്ല. എന്തേ സംഭവമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ കബറിന്റെ അകത്ത് നിൽക്കുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്ന നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വേണ്ട നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ. കാരണം എന്തെന്നറിയുമോ? ഹുവൈലിന്റെ മകള് ഖദീജ കോടീശ്വരിയായിരുന്നു. എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തവളോ, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തവളോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സദഖ ചെയ്തവളാണ് ഖദീജ. സദഖ ചെയ്ത ഖദീജാന്റെ മണ്ണ് തൊടൂല നബിയേ. ചരിത്രം ഇവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ ദിർഹവും സദഖ കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുമ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അസ്റായീൽ, വല്ലാതെ വേദനിക്കുന്നു അസ്റായീൽ. മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കറിയില്ല നബിയേ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പിടിച്ചിട്ടുണ്ട്, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ. ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല, പക്ഷേ ഇന്ന് എന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇതിനെക്കാളും ഭയമായി എനിക്ക് പിടിക്കാനറിയില്ല, വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞുപോയി, ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാ. ലോകത്തിന്റെ നേതാവ് പോലും പറഞ്ഞു പോയെങ്കിൽ വാപ്പാ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും മരണത്തെക്കുറിച്ച് എന്തേ ആലോചിക്കാത്തത്?